സാധാരണ ഈ നഗര കേന്ദ്രീകൃതമായിട്ടുള്ള ഇടങ്ങളിലാണ് വോട്ടിംഗ് ശതമാനം കുറയുന്നത്. ഇക്കുറി നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ, അതായത് 7 ജില്ലകളിലെ ഈ മലയോര മേഖലകളടക്കം, പ്രത്യേകിച്ച് പത്തനംതിട്ട ജില്ലയിലൊക്കെ പോളിംഗ് ശതമാനം വളരെ കുറയുകയാണ് ഉണ്ടായത്. ഇത് ഏത് തരത്തിൽ ഇത് ബാധിക്കുമെന്നുള്ളത്? ഈ കേരളത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ പൊതുവെ വളരെ ആവേശത്തോടുകൂടി തെരഞ്ഞെടുപ്പിനെ സമീപിക്കുന്നവരാണ് മലയാളികൾ. അത് ഏത് തെരഞ്ഞെടുപ്പായാലും, തദ്ദേശമായാലും നിയമസഭയായാലും പാർലമെൻറ്റായാലും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം മുതൽ എറണാകുളം വരെ ഉള്ള 7 ജില്ലകളിലാണ് വോട്ടെടുപ്പ് പൂർത്തിയായത്. അപ്പോൾ കണക്കുകൾ വെച്ചിട്ട് ഒരു ഫൈനൽ കണക്ക് വന്നിട്ടില്ല. കാരണം ഇന്നലെ 6 മണിക്ക് ശേഷം കിട്ടിയ കണക്കുകളാണ്. പല ബൂത്തുകളിലും 7 മണി വരെ 7:30 വരെയും പോളിംഗ് നടന്ന സ്ഥലങ്ങളുണ്ട്. സാർ സൂചിപ്പിച്ചാൽ മലയോര മേഖലകളിലൊക്കെ, അതുപോലെ തന്നെ തീരദേശ മേഖലയിൽ ഒക്കെ ഇന്നലെ പോളിംഗ് തീർന്നപ്പോൾ 7:30 മണി വരെയൊക്കെ ആയിട്ടുണ്ട് ഒരുപാട് ബൂത്തുകളിൽ. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് ആളുകൾ ഈ 6 മണിക്ക് മുമ്പ് വന്ന് കയറുകയും സമയബന്ധിതമായിട്ട് പൂർത്തിയാക്കാൻ കഴിയാത്തതിൻ്റെയും പ്രശ്നങ്ങൾ കൊണ്ടാണ് അത്ര നീണ്ടുപോയത്. അപ്പോൾ ആ കണക്കുകൂടി വരാനുണ്ട്. ചിലപ്പോൾ ചെറിയൊരു വ്യത്യാസം അങ്ങോട്ടോട്ട് വന്നേക്കാം. എന്നിരുന്നാൽ പോലും 2020 താരതമ്യം ചെയ്യുമ്പോൾ അങ്ങ് സൂചിപ്പിച്ചതുപോലെ പോളിംഗ് ശതമാനം കുറവാണ്. അതിൻ്റെ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യക്ഷത്തിൽ നമ്മുടെ മുന്നിൽ കാരണങ്ങളൊന്നുമില്ല. അതായത് കാലാവസ്ഥയായിട്ടുള്ള പ്രശ്നങ്ങളില്ല, അല്ലെങ്കിൽ മറ്റ് സാംക്രമിക രോഗങ്ങളായിട്ടുള്ള പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളില്ല. അങ്ങനെയുള്ള പ്രത്യേകിച്ച് നമുക്ക് ചൂണ്ടിക്കാണിയാതെ കാരണങ്ങളൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് എന്തുകൊണ്ട് ഈ പോളിംഗ് ശതമാനം കുറഞ്ഞു എന്നുള്ളതൊരു ചിന്താവിഷയമാണ്. എനിക്ക് തോന്നുന്നത് ജനങ്ങളുടെ ഒരു മടുപ്പാണ് ഇതിന് കാരണം തോന്നുന്നു, അല്ലെങ്കിൽ ഒരു നിഷേധ മനോഭാവമായിരിക്കാം. പ്രത്യേകിച്ചും ഈ ശബരിമല വിഷയമായിട്ട് ബന്ധപ്പെട്ട് വലിയൊരു അതിർത്തി പ്രത്യേകിച്ച് ഹിന്ദുക്കൾക്കിടയിൽ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പത്തനംതിട്ട നമ്മൾ അതിൻ്റെ ഒരു സൂചിയായിട്ട് എടുത്താൽ മതി. പത്തനംതിട്ട ജില്ലയിലാണ് ശബരിമല സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അതൊരു നമുക്കൊന്ന് സൂചകമായിട്ട് വേണം അങ്ങനെ എടുക്കാം. അപ്പോൾ ജനങ്ങളുടെ ഒരു നിർവികാരത കാരണമായിരിക്കാം ഒരുപക്ഷെ അവർ വോട്ട് ചെയ്യാത്തത്. സാധാരണ അങ്ങനെയല്ല വേണ്ടത്. ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അതിനെതിരെ പ്രതികരിക്കാൻ വൻതോതിൽ വോട്ടിംഗ് വരേണ്ടതാണ്. അതിന് നേരെ വിപരീതമായിട്ട് ഇപ്പോൾ ഒരു നിർവികാരതയാണ് ജനങ്ങളുടെ ഭാഗത്ത്, വോട്ടേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നതാണ് നമുക്ക് പ്രാഥമികമായിട്ട് മനസ്സിലാക്കാൻ. കൂടുതൽ കാരണങ്ങൾ വരും ദിവസങ്ങളിൽ നമുക്ക് മനസ്സിലാവും എന്താണ് വിഷയം എന്നുള്ളത്. ഇതാണ് ആമുഖമായിട്ട് എനിക്ക് ഇക്കാര്യത്തിൽ പറയാനുള്ളത്. പക്ഷേ ഈ നമുക്കറിയാം പുതുതലമുറയുടെ വോട്ടും അതുപോലെ തന്നെ കുറഞ്ഞിട്ടുണ്ട്. കാരണം ഇവരാരും രാജ്യം വിട്ട് തന്നെ പോയിരിക്കുന്നവരാണ്. പഠനവും ജോലിയും ഒക്കെ ആയിട്ട് പോയിരിക്കുന്നവരും ഉണ്ട്. പിന്നെ ഈ പറഞ്ഞതുപോലെ മലയോര മേഖലകളിലൊക്കെ ആണെങ്കിലും നമുക്ക് ഈ കോവിഡ് കാലമൊക്കെ കഴിഞ്ഞതിന് ശേഷം പല ഇടങ്ങളിലും കിടപ്പ് രോഗികളൊക്കെ തന്നെ കൂടിയിട്ടുമുണ്ട്. അതൊന്നും പിന്നീട് പോളിംഗ് ബൂത്തിൽ എത്തുന്നില്ല എന്നുള്ളതാണ് കാര്യം. അതൊക്കെ ഇതിനകത്ത് ഘടകമായി മാറുകയാണ്. തീർച്ചയായിട്ടും താങ്കൾ സൂചിപ്പിച്ച 2 വിഷയങ്ങളുണ്ടായാലും, ഒന്ന് യുവാക്കളെ സംബന്ധിച്ച്, ചെറുപ്പക്കാരെ സംബന്ധിച്ചുള്ളതാണ്. കേരളം നേരിടുന്ന ഏറ്റവും വലിയ ക്രൈസിസ് എന്ന് പറയുന്നത് നമ്മുടെ ചെറുപ്പക്കാർ നാട്ടിലില്ല എന്നുള്ളത് തന്നെയാണ്. എത്രയോ സർവേകളും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ വെളിയിൽ വന്നിട്ടുണ്ട്. ഉന്നത വിദ്യാഭ്യാസത്തിനും അതുപോലെ തന്നെ തൊഴിലിനുമായിട്ട് ഇപ്പോൾ കേരളം വിടുന്ന ചെറുപ്പക്കാരുടെ സംഖ്യ വലിയ തോതിൽ ഉയർന്നിട്ടുണ്ട്. അത് സർക്കാർ അംഗീകരിച്ചതിനെ പോലും നമുക്ക് നമ്മുടെ ചുറ്റുവട്ടത്തൊക്കെ അന്വേഷിച്ച് നമുക്ക് തന്നെ മനസ്സിലാവും ഒരു വീട്ടിൽ എത്ര പേരുണ്ട്, ചെറുപ്പക്കാർ എത്ര പേരുണ്ട്. മിക്കവാറും വീടുകളിലൊക്കെ നമ്മളൊരു 10 വീട് എടുത്തു കഴിഞ്ഞാൽ അതിലൊരു 4 വീടുകളിൽ മാത്രമാണ് ഈ പറഞ്ഞ ചെറുപ്പക്കാരുള്ളത്. എന്നുവെച്ചാൽ മറ്റു വീട് ഇല്ല എന്നല്ല എൻ്റെ അർത്ഥം. മറ്റു വീടുകളുണ്ട്. അവരൊന്നുകിൽ വിദ്യാഭ്യാസത്തിനായിട്ടോ തൊഴിലിനായിട്ടോ കേരളത്തിന് പുറത്താണ്, ഒന്നുകിൽ കേരളത്തിൽ നിന്ന് മറ്റ് സംസ്ഥാനങ്ങളിൽ അല്ലെങ്കിൽ വിദേശങ്ങളിൽ. അത് വലിയൊരു വിഷയമാണ്. മാത്രമല്ല ഒരു വോട്ട് ചെയ്യാൻ വേണ്ടി മാത്രം ഈ പറഞ്ഞ ലീവ് എടുത്ത് വരാനുള്ള സാധ്യതയും വളരെ കുറവാണ്. ഇനി ഉള്ള യുവാക്കളിൽ തന്നെ ഈ തെരഞ്ഞെടുപ്പിനുള്ള ഒരു വൈമുഖ്യം, ഒരു നിർവികാരത സംഭവമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് പഴയതുപോലുള്ള നമ്മുടെയൊക്കെ കാലഘട്ടത്തിലുണ്ടായിരുന്ന യുവാക്കളുടെ ഒരു ആവേശം ഉണ്ടല്ലോ തെരഞ്ഞെടുപ്പ്, അത് പുതിയ തലമുറയിൽ ഇല്ല എന്നുള്ളത് ഒരു നഗ്ന സത്യമാണ്. നമ്മൾ അംഗീകരിച്ചേ മതിയാവും. പക്ഷെ അതൊരു ദോഷകരമാണ്. കാരണം ഒരു സിവിക് സെൻസ് ഇല്ലാതെ പോകുന്ന ഒരവസ്ഥ കൂടിയാണ്. തീർച്ചയായിട്ടും അത് മാറ്റിയെടുക്കേണ്ട നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അതുപോലെ തന്നെ ഇലക്ഷൻ കമ്മീഷനാണ് അതിന് നടപടി സ്വീകരിക്കാനായിട്ട്. കാരണം ഇങ്ങനെയുള്ളൊരു നിരാസം ബാധിച്ച ഒരു തലമുറയാണ് വളർന്നു വരുന്നതെങ്കിൽ ഇന്ത്യയുടെ ജനാധിപത്യത്തിന് വലിയൊരു ആപത്താണ്, സംശയമൊന്നും വേണ്ട. അപ്പോൾ യഥാർത്ഥത്തിൽ ആരെയാണോ ഭരണത്തിന് വരേണ്ടത് അവർക്ക് വരാൻ കഴിയാതിരിക്കുന്ന സാഹചര്യവും മറ്റ് ചിലർ ദോഷമാവുന്ന ചില ശക്തികൾ അധികാരത്തിൽ വരികയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവും. ഒപ്പം മതമൗലികവാദികൾ ഇതിന് വിജയിക്കുകയും ചെയ്യും. കാരണം നമ്മൾ വളരെ ശ്രദ്ധാപൂർവം കാണേണ്ട ഒരു സംഭവമുണ്ട്. വോട്ടിംഗ് പെർസെൻറ്റേജ് കുറയുമ്പോൾ ഇപ്പോൾ 7 ജില്ലകളിൽ നടന്നല്ലോ. ഈ 7 ജില്ലകളിൽ
കണക്ക് നമ്മൾ എടുത്ത് ഇഴകേറി പരിശോധിച്ച് കഴിഞ്ഞാൽ ഈ പിന്നെ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിലെ വോട്ടിംഗ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ കുറയില്ല. അവർ കൃത്യമായിട്ട് വോട്ട് ചെയ്യും. ഇതെപ്പോഴും കുറയുന്നത് ക്രിസ്ത്യൻ ഹിന്ദു മേഖലകളിലാണ് വോട്ടിംഗ് പെർസെൻറ്റ് എപ്പോഴും കുറയുന്നത്, പ്രത്യേകിച്ചും യുവാക്കളിൽ. അത് ഉണ്ടാക്കാൻ പോകുന്ന ഒരു സാമൂഹ്യ വിപത്ത് വളരെ വലുതാണ് എന്നുള്ള തിരിച്ചറിവ് ഈ പുതു തലമുറയ്ക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രധാനപ്പെട്ട വസ്തുത. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങ് സൂചിപ്പിച്ചതുപോലെ ഈ ഇളം തലമുറ ഇതിനോട് വൈമുഖ്യമോ അല്ലെങ്കിൽ ഇവിടെ ഇല്ലാത്തതിൻ്റെ പ്രശ്നം കൊണ്ട് വോട്ടിങ്ങിൽ കുറവ് സംഭവിച്ചിട്ടുണ്ട്. 2, കോവിഡിനേക്കാളും വോട്ടിംഗ് പെർസെൻറ്റ് ഇപ്രാവശ്യം കുറവാണ്. കോവിഡ് സമയത്താണ് 2020 ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അന്നത്തെക്കാളും 2-3% എല്ലാ ജില്ലകളിലും 7 ജില്ലകളിലും കുറവുണ്ടായിട്ടുള്ളത്. അപ്പോൾ അതിന് ഈ പറഞ്ഞതുപോലെ കോവിഡ് ഉണ്ടാക്കിയ ഒരു ആരോഗ്യ പ്രതിസന്ധി, അതിൽ ഈ കിടപ്പ് രോഗികൾ അങ്ങനെയുള്ള ആളുകളൊക്കെ കുറച്ച് കൂടിയിട്ടുണ്ടാവാം. അവർ സ്വാഭാവികമായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ വന്ന് വോട്ട് ചെയ്യണ്ട എന്ന് അല്ലെങ്കിൽ അതിനുള്ള ആരോഗ്യ സാഹചര്യം ഇല്ലാത്തത് കൊണ്ടും ആവാം. അപ്പോൾ ഇങ്ങനെയുള്ള മൾട്ടിപ്പിൾ റീസൺസ് ആയിരിക്കാം ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിലെ പോളിംഗ് കുറച്ചതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഘടകം. പക്ഷേ അപ്പോൾ നമ്മൾ നോക്കേണ്ടത് സ്ത്രീകളുടെ പോളിംഗ് ശതമാനം മേലെ പുരുഷന്മാരെക്കാൾ ഏറ്റവും കൂടുതൽ വോട്ട് ചെയ്തിരിക്കുന്ന സ്ത്രീകളാണ് കഴിഞ്ഞ ഈ 7 ജില്ലകളിലും. അപ്പോൾ സ്ത്രീകളുടെ ഭാഗത്തു നിന്ന് സാധാരണയിൽ ഉണ്ടാകുന്നത് പോലുള്ള ആവേശം ഇപ്പോഴും ഉണ്ട്. ചെറിയൊരു ശതമാന വ്യത്യാസമേ ഉള്ളൂ. പക്ഷേ പുരുഷന്മാർ വലിയ തോതിൽ വോട്ടിങ്ങിൽ കുറഞ്ഞിരിക്കുന്നുള്ള പ്രതിഭാസവും കൂടി ഇന്നലത്തെ വോട്ടെടുപ്പ് കാണാൻ കഴിയും. പക്ഷേ ഇത് പണ്ട് കാലങ്ങളിൽ നമ്മൾ പറയുമായിരുന്നു പോളിംഗ് ശതമാനം കുറയുമ്പോൾ അത് ഇടതുപക്ഷത്തിന് അനുകൂലമായി മാറുകയും ഒക്കെ ചെയ്യുന്ന ഒരു. ഇപ്പം നമുക്ക് അങ്ങനെ അതിനെ റീഡ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ആരും റെഡി ചെയ്ത് കഴിഞ്ഞാൽ അത് മണ്ടത്തനായി മാറും എന്നുള്ളതാണ് വാസ്തവം. കാരണം ഒരു കാലഘട്ടം 10-15 വർഷം മുമ്പ് വരെ അങ്ങനെ ഒരു ഒരു കേട്ടുകേഴ്വി ഒരു പരിധിയിലൊക്കെ ചിലപ്പോഴൊക്കെ ശരിയായിട്ടുമുണ്ട്. പോളിംഗ് കുറഞ്ഞു കഴിഞ്ഞാൽ അത് ഇടതിനും, പോളിംഗ് കൂടിക്കഴിഞ്ഞാൽ കോൺഗ്രസിനുമാണ് നേട്ടം എന്നുള്ള രീതിയിലായിരുന്നു മുമ്പ്. ഈ അന്ന് തന്നെ വിധി എഴുതുമായിരുന്നു. അതായത് വർഷങ്ങളായിട്ട് ഈ തെരഞ്ഞെടുപ്പിനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ കൃത്യമായിട്ട് പറയുമായിരുന്നു ഇന്ന സ്ഥലത്തിൽ അവർക്ക് നേട്ടം കിട്ടുന്നു. പക്ഷേ ഇപ്പോൾ ഇന്നലെ ഈ 7 ജില്ലയെ കഴിഞ്ഞപ്പോൾ ഈ പറഞ്ഞ രാഷ്ട്രീയ നിരീക്ഷകരെയൊന്നും മിണ്ടുന്നില്ല, അവരെയൊന്നും സംഭവം വെളി വരാനില്ല. ആര് ജയിക്കുമെന്ന് അവർക്ക് പറ്റുന്നില്ല. കാരണം ഒരു പ്രധാന കാരണം കൂടിയുണ്ട്. മുമ്പില്ലാത്ത വിധം ഒരു മൂന്നാമതൊരു കക്ഷി കൂടി തെരഞ്ഞെടുപ്പ് രംഗത്ത് വളരെ സജീവമായി ഉണ്ട് എന്നുള്ളതാണ്. BJP നേതൃത്വത്തിലുള്ള NDA എന്ന് പറയുന്ന സഖ്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ NDA സഖ്യം കേരളത്തിൽ ശക്തമായതിനു ശേഷം, നേരത്തെയും ശക്തം തന്നെയാണ്, ഇല്ലയെന്ന് പറഞ്ഞാൽ 20% വോട്ട് ഷെയർ അവർക്ക് ആൾറെഡി ഉണ്ട്. പക്ഷേ ഭരിക്കുന്ന തലത്തിലേക്ക് BJP നേതൃത്വം വളർന്നു വരുന്നു എന്നുള്ള സൂചനയാണ് കഴിഞ്ഞ കുറച്ച് നാളായിട്ട് കേരളത്തിൽ അങ്ങോളം കണ്ടുവരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ഒരു ഈ ബ്ലൈൻഡായിട്ട് ഇത് ഇടതിന് അനുകൂലമാണ് അല്ലെങ്കിൽ വലുതിന് അനുകൂലം എന്ന് പറയാൻ കഴിയാത്തൊരു സാഹചര്യവും കൂടി ഉണ്ട്. അതാണ് പലപ്പോഴും ഈ പറഞ്ഞ പോലെ ഇതിനെക്കുറിച്ച് പ്രവചിക്കുന്നവരെ ബുദ്ധിമുട്ടിലാക്കുന്ന ഒരു പ്രശ്നം അതും കൂടിയാണ്, ആർക്ക് അനുകൂലമാകും എന്നുള്ളത്. പക്ഷേ ഇതെന്തായാലും എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഒരു തുടർച്ച തന്നെ ആയിരിക്കും നമ്മളിപ്പം ഇനി ബാക്കിയുള്ള ജില്ലകളിലും കാണാൻ പോകുന്നത്. അതായത് ഇവിടെ കുറഞ്ഞു എന്നുള്ളത് കൊണ്ട് വടക്കൻ കേരളത്തിൽ പോളിംഗ് കൂടണമെന്നും നിർബന്ധമില്ല. കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞ യുവജനങ്ങളുടെ കാര്യമുണ്ട്. പിന്നെ അതുപോലെ തന്നെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകാൻ കഴിയാത്ത സാഹചര്യത്തിൽ കഴിയുന്നവർ ഉണ്ട്. ഇതെല്ലാം ഉണ്ടെന്നുള്ളതാണ്. പക്ഷേ അത് എനിക്ക് തോന്നുന്നത് അടുത്ത ജില്ലകളിൽ പോളിംഗ് കൂടാനാണ് സാധ്യത കഴിഞ്ഞ വർഷത്തെക്കാളും. കാരണം ഈ നടന്ന 7 ജില്ലകളും കൂടുതൽ നഗരവൽക്കരിക്കപ്പെട്ട ജില്ലകളാണ്. അതെ, തിരുവനന്തപുരം, എറണാകുളം നോക്കിക്കഴിഞ്ഞു. ഇതിന് അങ്ങോട്ടുള്ളതെല്ലാം തന്നെ ഈ ഗ്രാമമേഖലയാണ് കൂടുതൽ. വലിയ ടൗൺ എന്ന് പറയാൻ പറ്റുന്ന സംഭവങ്ങളൊന്നുമില്ല. കോഴിക്കോട് മാത്രമേ അക്കാര്യത്തിലുള്ളൂ. എന്നാൽ പോലും കോഴിക്കോട് ചെറിയ പരിധിയിൽ മാത്രമേ നഗരത്തിൻ്റെ ഒരു പ്രസക്തിയുള്ളൂ. ബാക്കിയൊക്കെ ഒരു ഗ്രാമ രീതിയിലാണ് അവിടുത്തെ പോക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ വലിയ ആവേശത്തോടെ ആയിരിക്കും ആളുകൾ ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. മാത്രമല്ല മലപ്പുറം ജില്ല അപ്പുറത്ത് കിടപ്പുണ്ട്. അവരൊന്നും ഒരിക്കലും ഈ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടിംഗ് മിസ് ചെയ്യാത്ത ആളുകളാണ്. അതുപോലെ കണ്ണൂർ, ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ വോട്ടിംഗ് പെർസെൻറ്റേജ് കൂടാനുള്ള നേരത്തെ പറഞ്ഞ ഫാക്ടേഴ്സൊക്കെ ഉണ്ട്. ആളുകൾ കുറവാണെന്നുള്ള വശം, പക്ഷേ ഉള്ളവർ എന്ത് ചെയ്യും, പോയി കൃത്യമായി വോട്ട് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അടുത്ത 7 ജില്ലകളിലും പോളിംഗ് പെർസെൻറ്റേജ് കൂടാനാണ് സാധ്യത എന്നാണ് ഞാൻ കണക്കൂട്ടുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.